ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യേശു കടന്നു പോകുമ്പോൾ എങ്ങനെയുള്ള ഒരുവനെ കണ്ടു എന്നാണ് യോഹന്നാൻ 9:1 പറയുന്നത്. ഓപ്ഷൻ എ അന്ധനായ ഒരുവനെ, ഓപ്ഷൻ ബി കുരുടനായവനെ, ഓപ്ഷൻ സി ജന്മന അന്ധനായ ഒരുവനെ, ഓപ്ഷൻ ഡി കാഴ്ചയില്ലാത്തവനെ. ഉത്തരം ഓപ്ഷൻ സി ജന്മന അന്ധനായ ഒരുവനെ. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ആരാണ് ഇത് യേശുവിനോട് ചോദിച്ചത്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി യഹൂദർ, ഓപ്ഷൻ ഡി ഫരിസയർ. ഉത്തരം ഓപ്ഷൻ എ ശിഷ്യന്മാർ. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ഡാഷ് ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദൈവത്തിന്റെ അടയാളങ്ങൾ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ പ്രവൃത്തികൾ, ഓപ്ഷൻ സി ദൈവിക അത്ഭുതങ്ങൾ, ഓപ്ഷൻ ഡി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ പ്രവൃത്തികൾ. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഡാഷ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പകലായിരിക്കുവോളം, ഓപ്ഷൻ ബി രാത്രിയായിരിക്കുവോളം, ഓപ്ഷൻ സി നിരന്തരം, ഓപ്ഷൻ ഡി എല്ലായ്പ്പോഴും. ഉത്തരം ഓപ്ഷൻ എ പകലായിരിക്കുവോളം. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത എന്തു വരുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ പകൽ, ഓപ്ഷൻ ബി രാത്രി, ഓപ്ഷൻ സി ദിവസം, ഓപ്ഷൻ ഡി നേരം. ഉത്തരം ഓപ്ഷൻ ബി രാത്രി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ ഡാഷ് ആണ് വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അപ്പമാണ്, ഓപ്ഷൻ ബി കുഞ്ഞാടാണ്, ഓപ്ഷൻ സി പ്രകാശമാണ്, ഓപ്ഷൻ ഡി വെളിച്ചമാണ്. ഉത്തരം ഓപ്ഷൻ സി പ്രകാശമാണ്. യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധന്റെ എവിടെ പൂശി? ഓപ്ഷൻ എ നെറ്റിയിൽ, ഓപ്ഷൻ ബി മുഖത്ത്, ഓപ്ഷൻ സി കണ്ണുകളിൽ, ഓപ്ഷൻ ഡി നയനത്തിൽ. ഉത്തരം ഓപ്ഷൻ സി കണ്ണുകളിൽ. സീലോഹ എന്ന വാക്കിന്റെ അർത്ഥം? ഓപ്ഷൻ എ വഴിപാട്, ഓപ്ഷൻ ബി അയക്കപ്പെട്ടവൻ, ഓപ്ഷൻ സി പരിശുദ്ധൻ, ഓപ്ഷൻ ഡി വാഴ്ത്തപ്പെട്ടവൻ. ഉത്തരം ഓപ്ഷൻ ബി അയക്കപ്പെട്ടവൻ. അന്ധനോട് ഏത് കുളത്തിൽ പോയി കഴുകുക എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ സീലോഹ, ഓപ്ഷൻ ബി ഗലീലി, ഓപ്ഷൻ സി സിക്കാർ, ഓപ്ഷൻ ഡി എഫ്രാത്ത. ഉത്തരം ഓപ്ഷൻ എ സീലോഹ. ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ചിലർ, ഓപ്ഷൻ ബി മറ്റു ചിലർ, ഓപ്ഷൻ സി അയൽക്കാർ, ഓപ്ഷൻ ഡി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ ഡി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ഇങ്ങനെ അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞപ്പോൾ ഇവൻ തന്നെ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ചിലർ, ഓപ്ഷൻ ബി മറ്റു ചിലർ, ഓപ്ഷൻ സി അയൽക്കാർ, ഓപ്ഷൻ ഡി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ എ ചിലർ. അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ എന്ന് അന്ധനെക്കുറിച്ച് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ചിലർ, ഓപ്ഷൻ ബി മറ്റു ചിലർ, ഓപ്ഷൻ സി അയൽക്കാർ, ഓപ്ഷൻ ഡി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ ബി മറ്റു ചിലർ. ആര് ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി എന്നാണ് അന്ധൻ പറഞ്ഞത്? ഓപ്ഷൻ എ യേശു, ഓപ്ഷൻ ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ, ഓപ്ഷൻ സി ക്രിസ്തു, ഓപ്ഷൻ ഡി ക്രിസ്തു എന്നു പേരുള്ള മനുഷ്യൻ. ഉത്തരം ഓപ്ഷൻ ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ. മുമ്പ് അന്ധനായിരുന്ന അവനെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? ഓപ്ഷൻ എ നിയമജ്ഞരുടെ, ഓപ്ഷൻ ബി ഫരിസേയരുടെ, ഓപ്ഷൻ സി അധികാരികളുടെ, ഓപ്ഷൻ ഡി യഹൂദരുടെ. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയരുടെ. യേശു ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകൾ തുറന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ തിരുനാൾ ദിവസം, ഓപ്ഷൻ ബി സാബത്ത് ദിവസം, ഓപ്ഷൻ സി കൂടാര തിരുനാളിന്റെ അന്ന്, ഓപ്ഷൻ ഡി പെസഹ ദിവസം. ഉത്തരം ഓപ്ഷൻ ബി സാബത്ത് ദിവസം. അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. അന്ധൻ ഇങ്ങനെ പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ നിയമജ്ഞരോട്, ഓപ്ഷൻ ബി ഫരിസേയരോട്, ഓപ്ഷൻ സി അധികാരികളോട്, ഓപ്ഷൻ ഡി യഹൂദരോട്. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയരോട്. ഈ മനുഷ്യർ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലർ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലർ. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലർ, ഓപ്ഷൻ ഡി മറ്റുള്ളവർ. ഉത്തരം ഓപ്ഷൻ ഡി മറ്റുള്ളവർ.
പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ടായി? ഓപ്ഷൻ എ തർക്കം, ഓപ്ഷൻ ബി ഭിന്നത, ഓപ്ഷൻ സി എതിർപ്പ്, ഓപ്ഷൻ ഡി പിറുപിറുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ഭിന്നത. അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്ധൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ അവനൊരു പ്രവാചകനാണ്, ഓപ്ഷൻ ബി അവൻ ദൈവപുത്രനാണ്, ഓപ്ഷൻ സി അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, ഓപ്ഷൻ ഡി അവൻ ക്രിസ്തുവാണ്. ഉത്തരം ഓപ്ഷൻ എ അവൻ ഒരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം ആര് വിശ്വസിച്ചില്ല? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി അധികാരികൾ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ ഡി യഹൂദർ. അന്ധനായി ജനിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ഇങ്ങനെ ചോദിച്ചത് ആര്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി അധികാരികൾ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ ഡി യഹൂദർ. അവൻ ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി ജനിച്ചും എന്നും ഞങ്ങൾക്കറിയാം. ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ മാതാപിതാക്കൾ നിയമജ്ഞരോട്, ഓപ്ഷൻ ബി മാതാപിതാക്കൾ ഫരിസേയരോട്, ഓപ്ഷൻ സി മാതാപിതാക്കൾ യഹൂദരോട്, ഓപ്ഷൻ ഡി മാതാപിതാക്കൾ അധികാരികളോട്. ഉത്തരം ഓപ്ഷൻ സി മാതാപിതാക്കൾ യഹൂദരോട്. ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവന്റെ മാതാപിതാക്കന്മാർ ആരെ ഭയന്നിട്ടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ നിയമജ്ഞരെ, ഓപ്ഷൻ ബി ഫരിസേയരെ, ഓപ്ഷൻ സി അധികാരികളെ, ഓപ്ഷൻ ഡി യഹൂദരെ. ഉത്തരം ഓപ്ഷൻ ഡി യഹൂദരെ. യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ എവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് യഹൂദർ തീരുമാനിച്ചിരുന്നത്? ഓപ്ഷൻ എ സിനഗോഗിൽ നിന്ന്, ഓപ്ഷൻ ബി ദേവാലയത്തിൽ നിന്ന്, ഓപ്ഷൻ സി ഗണത്തിൽ നിന്ന്, ഓപ്ഷൻ സി ഗോത്രത്തിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ എ സിനഗോഗിൽ നിന്ന്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. യഹൂദർ ഇത് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ അന്ധനായിരുന്നവനോട്, ഓപ്ഷൻ ബി അന്ധന്റെ മാതാപിതാക്കളോട്, ഓപ്ഷൻ സി ജനക്കൂട്ടത്തോട്, ഓപ്ഷൻ ഡി ശിഷ്യരോട്. ഉത്തരം ഓപ്ഷൻ എ അന്ധനായിരുന്നവനോട്. അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ അന്ധനായിരുന്നവൻ, ഓപ്ഷൻ ബി അന്ധന്റെ മാതാപിതാക്കൾ, ഓപ്ഷൻ സി ജനക്കൂട്ടം, ഓപ്ഷൻ ഡി ശിഷ്യർ. ഉത്തരം ഓപ്ഷൻ എ അന്ധനായിരുന്നവൻ. നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ ആരുടെ ശിഷ്യന്മാരാണ് എന്നാണ് യഹൂദർ പറഞ്ഞത്? ഓപ്ഷൻ എ സീസറിന്റെ, ഓപ്ഷൻ ബി അബ്രാഹത്തിന്റെ, ഓപ്ഷൻ സി മോശയുടെ, ഓപ്ഷൻ ഡി പൂർവ്വപിതാക്കന്മാരുടെ. ഉത്തരം ഓപ്ഷൻ സി മോശയുടെ. നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് എന്നാണ് യഹൂദർ പറഞ്ഞത്. നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് എന്ന് യഹൂദർ അന്ധനെ എന്ത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ശാസിച്ചുകൊണ്ട്, ഓപ്ഷൻ ബി ശകാരിച്ചുകൊണ്ട്, ഓപ്ഷൻ സി പരിഹസിച്ചുകൊണ്ട്, ഓപ്ഷൻ ഡി കളിയാക്കിക്കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ശകാരിച്ചുകൊണ്ട്. ദൈവം ആരോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് യഹൂദർ പറഞ്ഞത്? ഓപ്ഷൻ എ ജോസഫിനോട്, ഓപ്ഷൻ ബി അബ്രഹത്തോട്, ഓപ്ഷൻ സി മോശയോട്, ഓപ്ഷൻ ഡി പൂർവ്വപിതാക്കന്മാരോട്. ഉത്തരം ഓപ്ഷൻ സി മോശയോട്. ഇത് വിചിത്രമായിരിക്കുന്നു, അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് യഹൂദരോട് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ അന്ധനായ മനുഷ്യൻ, ഓപ്ഷൻ ബി അന്ധന്റെ മാതാപിതാക്കൾ, ഓപ്ഷൻ സി ജനക്കൂട്ടത്തിൽ ചിലർ, ഓപ്ഷൻ ഡി മറ്റു ചിലർ. ഉത്തരം ഓപ്ഷൻ എ അന്ധനായ മനുഷ്യൻ. ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ ഡാഷ് ദൈവം ശ്രവിക്കുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ യാചന, ഓപ്ഷൻ ബി അപേക്ഷ, ഓപ്ഷൻ സി പ്രാർത്ഥന, ഓപ്ഷൻ ഡി സ്വരം. ഉത്തരം ഓപ്ഷൻ സി പ്രാർത്ഥന. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ എ അന്ധനായ മനുഷ്യൻ, ഓപ്ഷൻ ബി അന്ധന്റെ മാതാപിതാക്കൾ, ഓപ്ഷൻ സി ജനക്കൂട്ടത്തിൽ ചിലർ, ഓപ്ഷൻ ഡി മറ്റു ചിലർ. ഉത്തരം ഓപ്ഷൻ എ അന്ധനായ മനുഷ്യൻ. തികച്ചും പാപത്തിൽ പിറന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ച് യഹൂദർ അന്ധനെ എന്തു ചെയ്തു? ഓപ്ഷൻ എ അവനെ ശകാരിച്ചു, ഓപ്ഷൻ ബി അവനെ പുറത്താക്കി, ഓപ്ഷൻ സി അവനെ പരിഹസിച്ചു, ഓപ്ഷൻ ഡി അവനെ ശിക്ഷിച്ചു. ഉത്തരം ഓപ്ഷൻ ബി അവനെ പുറത്താക്കി. അന്ധനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു എന്താണ് ചോദിച്ചത്? ഓപ്ഷൻ എ നീ എന്നിൽ വിശ്വസിക്കുന്നുവോ, ഓപ്ഷൻ ബി നീ എന്നെ അനുഗമിക്കുക, ഓപ്ഷൻ സി നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. മനുഷ്യപുത്രനിൽ എന്നതിന് പകരം ചില കയ്യെഴുത്ത് പ്രതികളിൽ എന്താണ് കാണുന്നത്? ഫുട്നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ദൈവപുത്രൻ, ഓപ്ഷൻ ബി ഏകജാതൻ, ഓപ്ഷൻ സി യേശു ക്രിസ്തു, ഓപ്ഷൻ ഡി ദൈവസൂതൻ. ഉത്തരം ഓപ്ഷൻ എ ദൈവപുത്രൻ. നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അന്ധൻ എന്തു പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ പ്രണമിച്ചത്? ഓപ്ഷൻ എ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഓപ്ഷൻ ബി ഗുരു ഞാൻ വിശ്വസിക്കുന്നു,
ഓപ്ഷൻ സി റബ്ബി ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി പ്രഭു ഞാൻ വിശ്വസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ഡാഷ് ആയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ശിക്ഷാവിധി, ഓപ്ഷൻ ബി ന്യായവിധി, ഓപ്ഷൻ സി വിധി, ഓപ്ഷൻ ഡി അന്ത്യവിധി. ഉത്തരം ഓപ്ഷൻ ബി ന്യായവിധി. അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി ഏതാനും ഫരിസേയർ, ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലർ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ ബി ഏതാനും ഫരിസേയർ. അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടാകുമായിരുന്നില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ശിക്ഷ, ഓപ്ഷൻ ബി പാപം, ഓപ്ഷൻ സി ശിക്ഷാവിധി, ഓപ്ഷൻ ഡി ന്യായവിധി. ഉത്തരം ഓപ്ഷൻ ബി പാപം. അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ എ ഫരിസേയരോട്, ഓപ്ഷൻ ബി ഏതാനും ഫരിസേയരോട്, ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലരോട്, ഓപ്ഷൻ ഡി യഹൂദരോട്. ഉത്തരം ഓപ്ഷൻ ബി ഏതാനും ഫരിസേയരോട്. യേശു സാബത്ത് ദിവസം സുഖപ്പെടുത്തിയത് ആരെയൊക്കെ? ഉത്തരം 5-ാം അധ്യായത്തിൽ 38 വർഷമായി രോഗിയായി കിടന്ന ഒരുവനെയും 9-ാം അധ്യായത്തിലെ ജന്മന അന്ധനായ ഒരുവനെയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.